ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവിക കൃപയാൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപൂർണമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹാകൃപയാൽ നാം ഉൽപ്പത്തി പുസ്തകം മുതൽ പുറപ്പാട് പുസ്തകം വരെ തുടർച്ചയായി തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ഇന്ന് ലേവ്യ പുസ്തകത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മെ ഈ ആത്മീയ യാത്രയിലേക്ക് വഴി നടത്തിയ ദൈവത്തിന് നമുക്ക് 1000 നന്ദി കരയേറ്റാം. ഇന്നു നാം ധ്യാനിക്കുന്നത് ലേവ്യ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ്. ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ട ഹോമയാഗത്തെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗം നമ്മോട് സംസാരിക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിൻ്റെ കേന്ദ്ര സന്ദേശം ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട ബലി നമ്മുടെ ഹൃദയത്തിൻ്റെ സമർപ്പണമാണ്. നമുക്ക് ഈ വചനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്മയായി കടന്നു വരുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ ലേവ്യ പുസ്തകം വരെ തിരുവചനത്തിലൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ പതിയണമേ. തിരുവചനം കേൾക്കുവാൻ മാത്രമല്ല, തിരുവചനം മനസ്സിലാക്കുവാനും ആ തിരുവചനത്തിനനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ അശുദ്ധികളെ നീക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് സ്വീകാര്യമായ ഒരു സമർപ്പണമായി തീരുമാറാകണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇപ്പോൾ നമുക്ക് തിരുവചനം ശ്രദ്ധയോടെ വായിക്കാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗം. യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത്: നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ ഹോമയാഗ മൃഗത്തിൻ്റെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറകെടുക്കണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിന്മേൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വെക്കണം. അതിൻ്റെ കുഴലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ഈ കേട്ട തിരുവചനത്തിൻ്റെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം മനുഷ്യൻ്റെ സൃഷ്ടിയും പാപത്തിലേക്കുള്ള വീഴ്ചയും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ആരംഭവും വളരെ വ്യക്തമായി നാം കണ്ടു. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചതും മരുഭൂമിയിലൂടെ നയിച്ചതും അവനോടൊപ്പം വസിക്കുവാൻ സമാഗമന കൂടാരം സ്ഥാപിച്ചതും നാം കണ്ടു. അതിനെക്കുറിച്ചും നാം ധ്യാനിച്ചു. ഇപ്പോൾ ലേവ്യ പുസ്തകത്തിൽ എത്തുമ്പോൾ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു.
വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? ഇതിനുള്ള ഉത്തരമാണ് ലേവ്യ പുസ്തകത്തിലെ പല ഭാഗങ്ങളിലും നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ഈ തിരുവചനത്തിൽ ദൈവം മോശയോട് സമാഗമന കൂടാരത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലേക്ക് വരുന്നതിനുള്ള ഒരു മാർഗമായി ഹോമയാഗം നിർദ്ദേശിക്കപ്പെടുന്നു. ഹോമയാഗമായി കൊണ്ടുവരുന്ന മൃഗം കുറ്റമറ്റതായിരിക്കണം. അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നു. യാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കപ്പെടുന്നു. വചനത്തിൻ്റെ അവസാനം വളരെ മനോഹരമായ ഒരു ആശയം നമുക്ക് കാണാം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇന്ന് നമുക്ക് മൃഗയാഗം അർപ്പിക്കേണ്ടതില്ല. പക്ഷേ ദൈവത്തിന് നമ്മിൽ നിന്ന് എന്താണ് വേണ്ടത്? പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുവചനത്തിൻ്റെ ഏറ്റവും ആഴമുള്ള സന്ദേശം സമർപ്പണം എന്നതാണ്. ഹോമയാഗം കൊണ്ടുവരുന്ന വ്യക്തി തൻ്റെ ഏറ്റവും നല്ലതിൽ ഒന്നിനെ ദൈവത്തിന് സമർപ്പിക്കുകയായിരുന്നു. കുറ്റമറ്റതായിരിക്കണം അത് വിലയുള്ളതായിരിക്കണം, ഹൃദയപൂർവം കൊണ്ടുവരേണ്ടതുമാകുന്നു. അത് വെറുമൊരു ആചാരമായിരുന്നില്ല, അത് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പ്രകടനമായിരുന്നു. ഇവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം ആരംഭിക്കേണ്ടുന്നത്. നമ്മൾ ദൈവത്തിന് എന്താണ് നൽകുന്നത്? നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പ്രാർത്ഥന. അതെ, പക്ഷേ അതിനേക്കാൾ പ്രധാനമായി നമ്മെ തന്നെയാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. കാരണം ദൈവത്തിന് നമ്മുടെ കയ്യിലെ സമ്മാനത്തേക്കാൾ വിലപ്പെട്ടത് നമ്മുടെ ഹൃദയമാണ്. ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, എൻ്റെ പ്രശ്നം ഒന്ന് മാറ്റിത്തരണമേ, എൻ്റെ രോഗം ഒന്ന് മാറ്റിത്തരണമേ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്ന് മാറ്റിത്തരണമേ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കണമേ. ഇതെല്ലാം നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പക്ഷേ അതിനോടൊപ്പം ഒരു പ്രാർത്ഥന കൂടി വേണം. കർത്താവേ, എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ സന്തോഷം അങ്ങേക്ക്, എൻ്റെ ദുഃഖം അങ്ങേക്ക്, എൻ്റെ വിജയങ്ങൾ അങ്ങേക്ക്, എൻ്റെ പരാജയങ്ങൾ അങ്ങേക്ക്, എൻ്റെ കുടുംബം അങ്ങേക്ക്, എൻ്റെ ജോലി അങ്ങേക്ക്, എൻ്റെ ഭാവി അങ്ങേക്ക്, എൻ്റെ ആരോഗ്യവും എൻ്റെ കഴിവുകളും എൻ്റെ സമയവും അങ്ങേക്ക്, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് കൊടുക്കുവാൻ ഒന്നുമില്ലെന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമർപ്പണം. നിങ്ങളുടെ കണ്ണുനീർ പോലും ദൈവത്തിന് സമർപ്പിക്കാം. നിങ്ങളുടെ കാത്തിരിപ്പ്, അതും ദൈവത്തിന് സമർപ്പിക്കാം. നിങ്ങളുടെ വേദന ദൈവത്തിന് സമർപ്പിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരുപക്ഷേ ഇന്ന് നിങ്ങളുടെ ജീവിതം വളരെ തകർന്നതുപോലെ നിങ്ങൾക്ക് തോന്നാം. എങ്കിലും പറയുക, കർത്താവേ, തകർന്നിരിക്കുന്ന ഈ ഹൃദയവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിശ്വാസം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു ആത്മപരിശോധന നടത്താം. ഇന്നു നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? അതോ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ദൈവത്തിന് കൊടുത്തിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഞാൻ തന്നെ കൈവശം വെച്ചിരിക്കുകയാണോ? എൻ്റെ സമയം ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് നടത്തുകയാണോ? എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടോ? അതിലും പ്രധാനമായി എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നാം ദൈവത്തിന് പലതും കൊടുക്കും, പക്ഷേ ഹൃദയം മാത്രം കൊടുക്കില്ല. ഇന്ന് ദൈവം നമ്മോട് പറയുന്നത്, മകനെ, മകളെ, ആദ്യം നിന്റെ ഹൃദയം എനിക്ക് തരിക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുവചനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ചോദിച്ചാൽ, രാവിലെ നാം എഴുന്നേറ്റ ഉടൻ തന്നെ നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന പറയാം. കർത്താവേ, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
നാം ജോലിക്ക് പോകുമ്പോൾ കർത്താവേ, എൻ്റെ ജോലി കാര്യങ്ങൾ ഞാൻ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തോടൊപ്പം നാം ഇരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ കുടുംബത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവേ, ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഒരു വലിയ തീരുമാനം നാം എടുക്കേണ്ടി വരുമ്പോൾ എനിക്കിഷ്ടമുള്ളതല്ല കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ ഇത് നടക്കണമേ. ഇതാണ് യഥാർത്ഥ സമർപ്പണം. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും നിയന്ത്രിക്കുവാൻ കഴിയില്ല. മറ്റുള്ളവരുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല. ഭാവിയെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല. എല്ലാ സാഹചര്യങ്ങളെയും മാറ്റുവാനും നമുക്കൊരിക്കലും കഴിയില്ല. പക്ഷേ അവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ടതില്ല. എല്ലാം ദൈവത്തോട് തുറന്നു പറയാം. എല്ലാം നമുക്ക് ദൈവം മുൻപാകെ സമർപ്പിക്കാം. എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ ആത്മീയ തീരുമാനം ഇതായിരിക്കട്ടെ: ഇന്നു ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കും. രാവിലെ മുതൽ രാത്രി വരെ എൻ്റെ ഓരോ ചിന്തയും, എൻ്റെ ഓരോ വാക്കും, എൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്ന് ഞാൻ ശ്രമിക്കും. ഇന്നൊരു ചെറിയ കാര്യം കൂടി ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് പറയാം: കർത്താവേ, ഇത് ഇനി എൻ്റെ കൈകളിലല്ല, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. പിന്നെ സമാധാനത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കാരണം നമ്മൾ സമർപ്പിച്ച കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്.